സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 1 ആണ്. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യ ഭാഗം. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റുകളാണ്. എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്, എന്താണ് ഡയറക്റ്റ് കറണ്ട്, എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വാഹനങ്ങളിൽ ജനറേറ്ററുകൾ, അതുപോലെ ആൾട്ടർനേറ്ററുകൾ, അതുപോലെ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ ഒരുപാട് ഇലക്ട്രിക്കൽ കമ്പോണൻസ്, ബാറ്ററീസ്, അതുപോലെ മോട്ടോഴ്സ്. ഇന്ന് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഹെർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രിക് മോട്ടോറുകളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, റെസിസ്റ്റൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. എങ്ങനെയെങ്കിലും ഉള്ള ഫ്ലോ അല്ല, ഒരു ദിശയിലൂടെ ഉള്ള സഞ്ചാരം. നമ്മൾ ഒരു വയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഡയറക്ഷനോടുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് എന്ന് പറയാം. നമുക്കറിയാം ഫ്ലോ ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ ഒഴുക്കിനെ നമ്മൾ വാട്ടർ കറണ്ട് അല്ലെങ്കിൽ അതും കറണ്ട് എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ. അപ്പോൾ സിംപ്ലി നമ്മൾ പറയുന്നത് എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഇലക്ട്രോൺസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ 10ാം ക്ലാസ് വരെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ആറ്റത്തിൻ്റെയും ഷെല്ലുകളിൽ നമ്മൾ കാണുന്ന, പുറമേ നമ്മൾ കാണുന്ന നെഗറ്റീവായിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ കറണ്ട് കടത്തിവിടുന്ന ചാലകങ്ങൾ, കണ്ടക്ടേഴ്സ്, അവയുടെ ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിരിക്കും. അത് മാത്രമല്ല അവയിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ കറണ്ട് കടത്തിവിടുന്ന വസ്തുക്കളിൽ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വോൾട്ടേജ് സോഴ്സ് ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യാനുള്ള, പ്രഷർ ചെയ്യാനുള്ള ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോനെയാണ് എന്ത് വിളിക്കുന്നത്, കറണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ് കറണ്ടിൻ്റെ യൂണിറ്റ്. ഇനി കറണ്ട് ഡിനോട്ട് ചെയ്യുന്നത് I എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ എത്ര മനസ്സിലാക്കി നമ്മൾ എന്താണ് കറണ്ട്? ഡയറക്റ്റഡ് ഫ്ലോ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഫ്രീ ഇലക്ട്രോൺസിൻ്റെ കറക്റ്റ് ഡയറക്ഷനുള്ള അല്ലെങ്കിൽ ദിശയുള്ള സഞ്ചാരത്തെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് I ആണ്. നെക്സ്റ്റ്, എന്താണ് വോൾട്ടേജ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു വയർ, ആ വയറിൻ്റെ 2 എൻഡുകൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അഥവാ ഇലക്ട്രിക്കൽ പ്രഷർ ഡിഫറൻസ് എന്ന് പറയും. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? നമ്മളൊരു വസ്തുവിൻ്റെ ഹൈറ്റ് കൊണ്ടുവെക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, താഴേക്ക് വീഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഇതുപോലെ ഇലക്ട്രോൺസിൻ്റെ ഏറ്റക്കുറച്ചിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ചാർജ്. ഇവിടെ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചാർജ് പാർട്ടിക്കിൾസ്, പോസിറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസും ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ ഇലക്ട്രോൺസ് ആകുന്ന നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസിൻ്റെ ഫ്ലോനെയാണ് സാധാരണ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺസ് ഒരു വയറിൻ്റെ ഒരു എൻഡിൽ കൂടുതലും ഒരു എൻഡിൽ കുറവും ആകുമ്പോൾ എപ്പോഴും കൂടുതൽ എൻഡിൽ നിന്ന് കുറഞ്ഞ എൻഡിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഒരു വയറിൻ്റെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള ഇലക്ട്രിക്കൽ ചാർജ് അല്ലെങ്കിൽ ചാർജിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏറ്റക്കുറച്ചിലെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. വോൾട്ടേജ് സോഴ്സുകൾ ഡിഫറെൻറ്റ് വോൾട്ടേജ് സോഴ്സുകൾ ഉണ്ടാവും. ഒരു ബാറ്ററി ഫോർ എക്സാമ്പിൾ, ഒരു ബാറ്ററി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു DC സോഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കത്തിച്ചാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബാറ്ററി എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സാണ്. അപ്പോൾ ആ ബാറ്ററി എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? ശരിക്കും ആ ബാറ്ററിൻ്റെ നമ്മൾ ഒരു പോസിറ്റീവ് എൻഡിൽ നിന്ന് നെഗറ്റീവ് എൻഡിലേക്ക് ഒരു വയർ കണക്ട് ചെയ്യുമ്പോൾ ആ പോസിറ്റീവ് എൻഡിൽ നിന്ന് നെഗറ്റീവ് എൻഡിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ ബാറ്ററി ശരിക്കും ചെയ്യുന്നത് ഇലക്ട്രോൺസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുക, അഥവാ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബാറ്ററിൻ്റെ അകത്ത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന ഇലക്ട്രോൺസ് അതിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതെങ്കിലും ഇലക്ട്രോഡിൻ്റെ അകത്തുനിന്ന് ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്ത് ആ ഇലക്ട്രോൺസിൻ്റെ പാസേജ് കാരണമാണ് അവിടെ പുഷിങ് കാരണമാണ് നമ്മളിവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ വേറെ രീതി പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിനകത്ത് ഒരു കറണ്ട് കടത്തിയിരുന്ന ചാലകത്തിൻ്റെ അകത്ത് രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോൺസിൻ്റെ അളവിലെ വ്യത്യാസം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വ്യത്യാസം ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? അതൊരു വോൾട്ടേജ് സോഴ്സ്. എന്ത് സോഴ്സ് ആവാം? അപ്പോൾ ഒരു ജനറേറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ബാറ്ററി ആവാം. ഇതൊക്കെ വോൾട്ടേജ് സോഴ്സാണ്. നമ്മൾ വെള്ളത്തിൻ്റെ ഫ്ലോ തന്നെ ആലോചിച്ചാൽ അറിയാം അല്ലേ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ ഫ്ലോ ഓഫ് വാട്ടറുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ടാങ്ക് മേലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാത്രമേ വെള്ളം താഴോട്ട് ഒഴുകുള്ളൂ. എന്തുകൊണ്ട്? താഴെ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമുക്ക് ടാപ്പിൽ കിട്ടുമോ? ഇല്ല, വീട്ടിൽ ഇല്ല. ഒരു ഡാമിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാമിൽ നിന്ന് നമുക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി ഹൈ ഫോഴ്സിൽ വാട്ടർ ഫ്ലോ കിട്ടുള്ളൂ. ഇതുപോലെ നമ്മളൊരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാലേ കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ. വെള്ളം നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ഉപയോഗിച്ച് നമ്മൾ ടാങ്കിലേക്ക് ഫില്ല് ചെയ്തു ഹൈറ്റിലേക്ക്. അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. എന്നാലേ താഴോട്ട് ഫ്ലോ ഒഴുകുകയുള്ളൂ. എപ്പോഴും ഏതൊരു വസ്തുവും അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുമ്പോൾ അത് സ്റ്റെബിലിറ്റിക്ക് താഴേക്ക് ഒഴുകാനുള്ള ടെൻഡൻസി ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഇലക്ട്രോൺസിലെ ഏറ്റവും വ്യത്യാസം എപ്പോഴും കൂടുതൽ സ്ഥലത്തു നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് അത് പോകുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹൈറ്റുള്ള പൊട്ടൻഷ്യൽ ഉള്ളിടത്തു നിന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളിടത്ത് ഫ്ലോ നടക്കുകയുള്ളൂ. ഇപ്പോൾ വാട്ടർ ഫ്ലോ ആണെങ്കിലും അത് കറണ്ടിൻ്റെ ഫ്ലോ ആണെങ്കിലും. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഏറ്റവും വ്യത്യാസം അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വോൾട്ടേജിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടാണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ V ആണ്. അപ്പോൾ എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ് എന്ന് മനസ്സിലായി. ഇനി അത് നമ്മളൊരു വാട്ടർ ഹോസിനെ താരതമ്യം ചെയ്ത് വരച്ചതാണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. നമ്മളൊരു വെള്ളത്തിൻ്റെ ഫ്ലോ എടുക്കുകയാണെങ്കിൽ ആ വെള്ളം പമ്പ് ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ ആ പ്രഷർ, പമ്പ് ചെയ്യുന്ന പ്രഷറിനാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയ ടാങ്കും ഒരു ചെറിയ ടാങ്കും. ഇവിടെ നമ്മൾ വലിയ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ വോൾട്ടേജ് ആക്കി എടുക്കാം. ചെറിയ ടാങ്ക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വോൾട്ടേജ് ആക്കി എടുക്കാം. അപ്പോൾ എന്താ, ഈ വലിയ ടാങ്ക് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ഫോഴ്സിൽ വെള്ളം വരും. ചെറിയ ടാങ്ക് ആണെങ്കിലോ അതിന് അത്രയും ഫോഴ്സിൽ വെള്ളം വരില്ല. അപ്പോൾ ആ വെള്ളത്തിൻ്റെ പ്രഷറിനെയാണ് ഇവിടെ നമ്മൾ ഇലക്ട്രോൺസുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ചെയ്യാനുള്ള ആ പ്രഷർ, ഇപ്പോൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ
വലിയ ടാങ്ക് ആകുമ്പോൾ കൂടുതൽ ഫ്ലോ ഉണ്ടാവും. ഇതുപോലെ ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സിൽ നിന്ന് കണക്ട് ചെയ്യുന്ന പൈപ്പ്, ഇപ്പോൾ ഒരു വലിയ ടാങ്കിൽ നിന്ന് നമ്മൾ ചെറിയൊരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ വെള്ളം കുറച്ച് വരുള്ളൂ. എന്നാൽ അതിന് പകരം വലിയൊരു പൈപ്പ് ഇട്ട് കഴിഞ്ഞാലോ കൂടുതൽ വെള്ളം ഫ്ലോ ചെയ്യും. അപ്പോൾ ആ ഒരു സൈസ് ഓഫ് ആ പൈപ്പിനെ നമുക്ക് കറണ്ടിനോട് താരതമ്യം ചെയ്യാം. അപ്പോൾ അവിടെ ഫ്ലോ ഓഫ് വാട്ടറിൻ്റെ എമൗണ്ട്, ഇപ്പോൾ വലിയ പൈപ്പ് ആകുമ്പോൾ കൂടുതൽ വെള്ളം വരും, ചെറിയ പൈപ്പ് ആകുമ്പോൾ കുറഞ്ഞ വെള്ളം, ഫ്ലോ ഓഫ് വാട്ടറിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. സ്വാഭാവികമായിട്ടും വലിയ വയറിലൂടെ കൂടുതൽ കറണ്ട്, ക്രോസ് സെക്ഷൻ കൂടിയ വയറിലൂടെ കൂടുതൽ കറണ്ട് പാസ് ചെയ്യും. ക്രോസ് സെക്ഷൻ കുറഞ്ഞ വയറിലൂടെ കുറഞ്ഞ കറണ്ട് പാസ് ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലേ? ഇനി റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് പറയാം, എന്നിട്ട് ഈ ഫിഗറിലേക്ക് വരാം. നെക്സ്റ്റ്, എന്താണ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ദിസ് ഈസ് ദ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ എ സബ്സ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. കറണ്ടിൻ്റെ ഫ്ലോനെ എതിരെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഏതൊരു സബ്സ്റ്റൻസിനും ഉണ്ടാകും. അതുപോലെ അപ്പോൾ ഈ ഒരു ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഏതൊരു വസ്തുക്കളുടെയും കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യാനുള്ള കഴിവിനെയാണ്, അല്ലെങ്കിൽ ആ ഒപ്പോസ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് പറയുന്നത്. ദിസ് ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ എ സബ്സ്റ്റൻസ്. പ്രതിരോധം, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പ്രതിരോധം എന്ന് വിളിക്കുന്നു. ഒരു ചാലകത്തിലൂടെ കറണ്ട് കടത്തിവിടുന്ന സമയത്ത് ആ ചാലകം അല്ലെങ്കിൽ ആ വസ്തു ആ ഫ്ലോ ഓഫ് കറണ്ടിനെതിരെ ഉള്ള ആ എതിരെ ചെലുത്തുന്ന ആ പ്രതിരോധത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ആ പ്രതിരോധം ഓഫേർഡ് ബൈ എ സബ്സ്റ്റൻസ്, ഏതൊരു വസ്തുവും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന ആ പ്രതിരോധം. എന്തിന്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന് ഫ്ലോന് ഇതിന് ഏതൊരു വസ്തുവും കൊടുക്കുന്ന പ്രതിരോധത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കൾക്കും റെസിസ്റ്റൻസ് കുറവ് ഉണ്ടാവും, പക്ഷെ ഏറ്റവും കുറവ് കണ്ടക്ടേഴ്സിനായിരിക്കും. ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തീരെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നടക്കില്ല. അപ്പോൾ ഇൻസുലേറ്ററിൻ്റെ കേസിൽ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്, അവിടെ എന്ത് ചെയ്യില്ല, കറണ്ടിനെ കടത്തി തീരെ വിടില്ല. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് കൂടുതൽ കറണ്ട് കടത്തി വിടും. അപ്പോൾ ഏതൊരു വസ്തുവും പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഫ്ലോക്കെതിരെ പ്രൊവൈഡ് ചെയ്യുന്ന ഒപ്പോസിഷനെയാണ് അല്ലെങ്കിൽ പ്രതിരോധത്തെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിന് യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു, അതിന് യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ്, അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണെന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു വസ്തുവും കറണ്ട് കടത്തിവിടുന്നതിനെതിരെയുള്ള ചെലുത്തുന്ന പ്രതിരോധത്തെയാണ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ വാട്ടർ ഫ്ലോൻ്റെ കേസിലേക്ക് തന്നെ വരികയാണെങ്കിൽ, നമ്മൾ സ്മൂത്ത് ആയിട്ടുള്ള പൈപ്പിലൂടെ, നല്ല PVC പൈപ്പിലൂടെ ആണെങ്കിൽ വെള്ളം സ്മൂത്തായിട്ട് പോകും. എന്നാൽ ആ പൈപ്പിൻ്റെ അകത്ത് കുറേ ചളിയുണ്ട്, അല്ലെങ്കിൽ കുറേ കല്ലുകളുണ്ട്, അല്ലെങ്കിൽ കുറേ പൈപ്പ് അടഞ്ഞു കിടക്കുന്നുണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ ഫ്ലോനെ തടസ്സപ്പെടുത്തും. അല്ലെങ്കിൽ നല്ല മിനുസമുള്ള ഇതിലൂടെയാണെങ്കിൽ വെള്ളം സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യും. എന്നാൽ കല്ലും ഇതൊക്കെ ഉള്ള ചെറിയ കല്ലുകൾ ഇതൊക്കെ ഉള്ള ചാലുകളിലൂടെയൊക്കെ ആണെങ്കിൽ തട്ടി പതുക്കെ വെള്ളം ഫ്ലോ ചെയ്യുള്ളൂ. പക്ഷെ നല്ല വാട്ടർ ഫ്ലോൻ്റെ ശക്തി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഫ്ലോ ചെയ്യും. അതാണ് നമ്മൾ ഹൈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിനെയും കൂടി എന്ത് ചെയ്യും, ഓവർകം ചെയ്തിട്ട് ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് നല്ല മഴവെള്ളപ്പാച്ചിലൊക്കെ വരുന്ന സമയത്ത് മലവെള്ളപ്പാച്ചിലൊക്കെ കുണ്ടും കുഴിയുള്ള സ്ഥലം നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകുന്നു അല്ലേ. ഇതുപോലെ നമ്മൾ ഇടിമിന്നലുകളൊക്കെ ശ്രദ്ധിക്കുകയാണ്. റെസിസ്റ്റൻസ് ഉള്ള വസ്തുവാണ് എയറിലൂടെ ഒരിക്കലും കറണ്ട് കടത്തി വിടൂല സാധാരണ കേസിൽ. പക്ഷെ ഒരു ഇടിമിന്നൽ നമ്മൾ എയറിലൂടെ പാസ് ചെയ്യുന്നു, എന്താണ്, വളരെ ഹൈ വോൾട്ടേജ് എന്നുകൊണ്ടാണ്. അപ്പോൾ അവിടെ വളരെ ഹൈ കറണ്ട് അതിൽ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ റെസിസ്റ്റൻസിനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് അത്. ഇതുപോലെയാണ് നമ്മൾ മലവെള്ളപ്പാച്ചിൽ, സാധാരണ വെള്ളങ്ങൾ ഒരു ചാലിലൂടെ അല്ലെങ്കിൽ തോടിലൂടെ വരുന്ന സ്പീഡല്ല നല്ല ഫോഴ്സിൽ വരുന്ന സമയത്ത്.
അപ്പോൾ സാധാരണ നമ്മളൊരു മിനുസുള്ള പ്രതലത്തിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഫ്ലോ പോലെയല്ല ഒരു കുണ്ടും കുഴിയുള്ള കല്ലും ഇതൊക്കെ ഉള്ള ഒരു റഫ് സർഫേസിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് കൂടുതലുണ്ടാകുമ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കുറയും, കറണ്ട് കുറയും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് കുറയും. ഇനി റെസിസ്റ്റൻസ് also is directly proportional to the length of the conductor and inversely proportional to the area of cross section. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്? ഒരു വയറിൻ്റെ, ഒരു ജാലകത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്, ലെങ്ത്തിന് നേർ അനുപാതമാണ്. എന്നാൽ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് വിപരീത അനുപാതമാണ്. എന്താണ് നേർ അനുപാതം എന്ന് പറഞ്ഞാൽ? നേർ അനുപാതം എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടിയാൽ മറ്റേതും കൂടും. വിപരീതാനുപാതം അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടി കഴിഞ്ഞാൽ മറ്റേത് കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ആർ പ്രൊപ്പോർഷണൽ ടു എൽ. ആൾസോ ആർ പ്രൊപ്പോർഷണൽ ടു 1/a അല്ലെങ്കിൽ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. ആർ പ്രൊപ്പോർഷണൽ ടു 1/a അല്ലെങ്കിൽ 1/a എന്ന് കൊടുക്കാൻ കാരണം ഇവിടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ താഴെ കൊണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസും കൂടും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാൻ ചെയ്യുക. കാരണം അവിടെ റെസിസ്റ്റൻസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും നേർ വിപരീതാനുപാതമാണ്. അപ്പോൾ നമ്മൾ ഒരു വയറിൻ്റെ വണ്ണം കൂടുമ്പോൾ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ വണ്ണം കൂടുമ്പോൾ എന്താണ്? ഇവിടെ ചിത്രത്തിലുണ്ട്. ഇതാണ് ഈ ഒരു വയറിൻ്റെ വണ്ണം, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞത്. അത് കൂടുമ്പോൾ റെസിസ്റ്റൻസ്, ഇതിലൂടെ എന്താണ് കടത്തിവിടുന്ന കറണ്ടിനെതിരെയുള്ള പ്രതിരോധം കുറയും, അഥവാ റെസിസ്റ്റൻസ് കുറയും, കറണ്ടിൻ്റെ ഫ്ലോ കൂടും. എന്നാൽ ലെങ്ത്, നീളം കൂടുന്നിടത്തോളം റെസിസ്റ്റൻസും കൂടും. അവിടെ കറണ്ടിൻ്റെ ഫ്ലോ കുറയും. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ലെങ്ത് ആണ്. നീളം കൂടുന്നിടത്തോളം, വയറിൻ്റെ നീളം കൂടുന്നിടത്തോളം റെസിസ്റ്റൻസ് കൂടും, അതിൽ കറണ്ടിൻ്റെ ഫ്ലോ കുറയും. എന്നാൽ വയറിൻ്റെ കട്ടി അല്ലെങ്കിൽ തിക്നെസ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് കൂടുന്നിടത്തോളം ഫ്ലോ ഓഫ് കറണ്ട് കൂടും, റെസിസ്റ്റൻസ് പ്രതിരോധം കുറയും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമ്മൾ പ്രാക്ടിക്കലി ചിന്തിച്ചാൽ ഫ്ലോ ഓഫ് വാട്ടറിലേക്ക് നമ്മൾ വരാം. വെള്ളത്തിൻ്റെ ഒഴുക്ക്, വലിയ പൈപ്പിലൂടെ വെള്ളം കൂടുതൽ ഒഴുകും, വണ്ണം കൂടിയ പൈപ്പിലൂടെ. എന്നാൽ വണ്ണം കുറഞ്ഞ പൈപ്പിലൂടെ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും, പ്രതിരോധം കൂടുതലായിരിക്കും. ഇനി നേരെ ഓപ്പോസിറ്റ്, നീളം കൂടുന്നിടത്തോളം നമ്മൾ ഒരു ടാങ്കിൽ നിന്ന് ഒരുപാട് നീളമുള്ള പൈപ്പ് ഇട്ടു. ആ പൈപ്പിൻ്റെ കുറേ നീളം കൂടുന്നിടത്തോളം ആ ലാസ്റ്റിൽ എൻഡിൽ നമുക്ക് വളരെ ഫ്ലോ ഓഫ് വാട്ടർ വളരെ കുറവായിരിക്കും, ഫോഴ്സ് വളരെ കുറവായിരിക്കും, വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ കുറവായിരിക്കും. നീളം കൂടുന്നിടത്തോളം വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയും, പൈപ്പിൻ്റെ ലെങ്ത്ത് കൂടുന്നിടത്തോളം. എന്നാൽ ആ പൈപ്പിൻ്റെ ലെങ്ത്ത് കുറവാണ് എങ്കിലോ, ഇപ്പോൾ ടാങ്കിൻ്റെ അടുത്താണ് നമ്മൾ പൈപ്പ്, ചെറിയൊരു പൈപ്പാണ് ടാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടും. ഇതുപോലെ തന്നെയാണ് കറണ്ടിൻ്റെ എന്തായാലും ഒഴുക്ക് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കൂടുതൽ ലെങ്ത്തുള്ള വയറാണെങ്കിൽ കുറയും. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. അതാ നമ്മൾ ലെങ്ത് ഓഫ് വയർ കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം കൂടും, റെസിസ്റ്റൻസ് കൂടും. എന്നാൽ
എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വണ്ണം കൂടി കഴിഞ്ഞാലോ അവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് കൂടും, റെസിസ്റ്റൻസ് കുറയും, പ്രതിരോധം കുറയും. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇതൊരു ഇക്വേഷനായിട്ട് പറയുന്ന സമയത്ത് ആർ പ്രൊപ്പോർഷണൽ ടു എൽ, ആർ പ്രൊപ്പോർഷണൽ ടു 1/a അഥവാ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, റെസിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ ആർ പ്രൊപ്പോർഷണൽ ടു L/A എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഒഴിവാക്കി ഈക്വൽ ടു ആക്കുന്ന സമയത്ത് നമുക്ക് ആർ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് ആർ ഈക്വൽ ടു റോ L/A എന്ന് കിട്ടും. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി പ്രൊപ്പോർഷണൽ എന്നുള്ളതിന് മാറ്റി ഈക്വൽ ടു അത് സമവാക്യമായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാവും. അതാണ് ഇവിടെ റോ. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കൾക്കനുസരിച്ചിരിക്കും. ഇപ്പോൾ ലെങ്ത് എത്ര കൂടി കഴിഞ്ഞാലും നല്ല മിനുസുള്ള പൈപ്പാണെങ്കിൽ അതിൽ കൂടെ കുറച്ചൊക്കെ വെള്ളം വരും. എന്നാൽ ഒരു ഒരസുള്ള പൈപ്പ് കൂടെ ആണെങ്കിലോ അത്ര ലെങ്ത് ഒന്നും വേണ്ട, കുറച്ച് ലെങ്ത് മതി, എന്നാൽ തന്നെ എന്താണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവായിരിക്കും. അപ്പോൾ ഓരോ മെറ്റീരിയൽ അനുസരിച്ച് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് മാറും. അതിനെയാണ് നമ്മൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു റോ L/A. അതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ. റോ എന്ന് പറഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി. അത് ഓരോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. റെസിസ്റ്റിവിറ്റി ഓരോ മെറ്റീരിയലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. കണ്ടക്ടിവിറ്റി അതിൻ്റെ ഓപ്പോസിറ്റാണ് റെസിസ്റ്റിവിറ്റി. എത്രത്തോളം കടത്തി വിടുന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് എത്രത്തോളം പ്രതിരോധിക്കുന്നുള്ളത്. അത് ഓരോ മെറ്റീരിയലിനനുസരിച്ചും മാറും. ഓക്കെ, ഇനി അതിൽ നിന്ന് നമുക്ക് റെസിസ്റ്റിവിറ്റി കാണാനുള്ള ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റോ L/A ആവുമ്പോൾ റോ ഈക്വൽ ടു RA/L എന്ന് കിട്ടും. RA/L റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു RA/L. ഇതോടെ നമ്മൾ റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്. An electric circuit is an interconnection of electrical elements linked together in a closed path so that current may flow continuously. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ? ഒരുപാട് ഇലക്ട്രിക് കമ്പോണൻസിനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എലമെൻസിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ലിങ്ക് ചെയ്ത് ഒന്നിച്ച് കണക്ട് ചെയ്തിട്ട് അതിലൂടെ കറണ്ട് ഒരു ക്ലോസ്ഡ് പാത്തായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഇൻ്റർ കണക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എലമെൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഒന്നുമില്ല, അങ്ങനെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും. നമ്മളൊരു ബൾബും ഒരു ബാറ്ററിയും ഒരു സ്വിച്ചും ഒരു വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തു, അതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. ഒരു ക്ലോസ്ഡ് പാത്താണ്, ഇലക്ട്രിക്കൽ എനർജി ഇതിലൂടെ ഫ്ലോ ചെയ്യാൻ പറ്റും. ആ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതെന്താണ്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ്. ഇതുപോലെ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്ത്, ഈ ബൾബിന് പകരം ഒരു റെസിസ്റ്റൻസോ ഒരു ഫാനോ എന്ത് കൊടുത്തോട്ടെ, എന്ത് ലോഡ് കൊടുത്താലും ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഏതൊന്നിനെയാണ് നമ്മൾ ലോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്ത് ലോഡ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ വോൾട്ടേജ് സോഴ്സും അതുപോലെ വോൾട്ടേജ് സോഴ്സും ഒരു ലോഡും കൊടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അതിൻ്റെ കൂടെ ഒരു വയർ ഇൻ്റർ കണക്റ്റഡ് ആക്കി സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും സ്വിച്ച് ഉപയോഗിച്ചോ ഇല്ലേ എന്നുള്ളത് വിഷയമല്ല. ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എലമെൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇലക്ട്രിക്കൽ എലമെൻസിനെ ഒരുമിച്ച് ലിങ്ക് ചെയ്തിട്ട് ഒരു വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോസ്ഡ് പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ ഇലക്ട്രിക്കൽ എനർജി ഫ്ലോ ചെയ്യുന്നു. അതിനാണ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ലോഡ് കൊടുക്കാം. സാധാരണ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ ഒരു ലോഡും ഉണ്ടാവും, ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ടാവും, വയറും ഉണ്ടാവും. സ്വിച്ചുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ സോഴ്സ് ഇല്ലാതെ നമുക്ക് ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അതുപോലെ ലോഡും ഉണ്ടാവും. ലോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു വയർ മാത്രം കണക്ട് ചെയ്താലും അത് ലോഡായി മാറും. കാരണം അതിൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് അതിനെ നമ്മൾ ലോഡായിട്ട് വിളിക്കാം.
അപ്പോൾ അതാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് ഡയറക്റ്റ് കറണ്ട്, എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയാം. കറണ്ട് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡയറക്റ്റ് കറണ്ടും ഉണ്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ടും ഉണ്ട്. ഡയറക്റ്റ് കറണ്ട് ഓർ ഡി സി എന്ന് പറഞ്ഞാൽ എ കറണ്ട് വിത്ത് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അളവ് എപ്പോഴും സെയിം ആയിട്ടുള്ള ആൻഡ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്നും കൂടെ പറയാം. കാരണം അതിൻ്റെ കറക്റ്റ് ഒന്നുകൂടെ ഡെഫിനേഷൻ വളരെ കറക്റ്റായി പറയുമ്പോൾ ഡയറക്റ്റ് കറണ്ട് ഇസ് എ കറണ്ട് ഓഫ് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയാം. ഏറ്റവും ഉഷാറായിട്ട് പറയുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിട്ടില്ല, എപ്പോഴും ഒരേ ദിശയിൽ മാത്രം ഒരേ അളവിൽ പാസ് ചെയ്യുന്ന കറണ്ടുകളെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബാറ്ററി എന്നുള്ള കറണ്ട്, ആ ബാറ്ററി എന്നുള്ള കറണ്ട് എപ്പോഴും ഒരു ഡയറക്ഷനിൽ മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഈ ഒരു ഡയറക്ഷനിലാണെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ ആ ഒരു ദിശയിൽ മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഒരു ബാറ്ററിയിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് ടു നെഗറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അവിടെ എന്താണ് ഡയറക്ഷനിൽ മാറിക്കൊണ്ടിരിക്കൂല. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഡയറക്റ്റ് കറണ്ട് സോഴ്സാണ് ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് കറണ്ടുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ്, ഇങ്ങനെയാണ്. അഥവാ അതിൻ്റെ നമ്മൾ ടൈം വെച്ചിട്ട് ഇതിനെ നമ്മളൊരു വേവ് ഫോം വരക്കുകയാണെങ്കിൽ ഇതിനെന്താണ്, ഇതിൻ്റെ ഒരു ലൈൻ ജസ്റ്റ് നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ് ഇതിൻ്റെ കേസിലുണ്ടാവുക. നമ്മൾ കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. നമ്മൾ എന്താണ് ഒരു ടൈം അതുപോലെ മാഗ്നിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മൾ കറണ്ടിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എത്ര ടൈമിലാണെങ്കിലും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ എ സി, ആൾസോ കാൾഡ് എ സി. നമുക്കറിയാം ആൾട്ടർനേറ്റിംഗ് കറണ്ട് എ സി നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് എ കറണ്ട് ഓഫ് വേരിയിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ചേഞ്ചിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഒരു ജനറേറ്റർ അഥവാ എ സി ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്ററിന് അല്ലെങ്കിൽ എ സി ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് സാധാരണ നമ്മൾ എന്താണ് ഡയറക്റ്റ് കറണ്ടുകളിൽ തന്നെയാണ് ഉൾപ്പെടുത്തുക. യൂണി ഡയറക്ഷണൽ കറണ്ട് എന്ന് പറയും. അത് നമ്മൾ സാധാരണ ഡി സി ജനറേറ്ററുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ കറണ്ടാണ്. അതും സാധാരണ നമ്മൾ ഡയറക്റ്റ് കറണ്ടിനകത്ത് തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. എന്നാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട്, രണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ട് അത് പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് അതിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ മാഗ്നിറ്റ്യൂഡ് വൈ ആക്സിസിലും എക്സ് ആക്സിസിലും ടൈമും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ടൈം കൂടി ആദ്യം കറണ്ട് കൂടി കുറഞ്ഞു, പിന്നെ 0 ആയി, പിന്നെ നെഗറ്റീവ് ഡയറക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി കുറഞ്ഞു, ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇതാണ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി എങ്ങനെയാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ എ സി ജനറേറ്റർ, എ സി ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്റേഴ്സ് എന്നൊക്കെയാണ് എ സി കറണ്ട് കിട്ടുക. എന്നാൽ ഡി സി ജനറേറ്റർ അല്ലെങ്കിൽ ഡൈനാമോ എന്ന് കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ അത് യൂണി ഡയറക്ഷണൽ കറണ്ടാണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യില്ല. അങ്ങനത്തെ ടൈപ്പ് കറണ്ട് അത് സാധാരണ നമ്മൾ ഡി സി കറണ്ടുകളിലാണ് ഉൾപ്പെടുത്താറ്.
പ്യുവർ ഡി സി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാറ്ററിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ്. അത് നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻ, പാരലൽ ലൈൻ ടു എക്സ് ആക്സിസ്. ഒരു ടൈം കൂടുന്നതനുസരിച്ച് കറണ്ട് മാഗ്നിറ്റ്യൂഡ് നമ്മളൊരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡിൽ ഇങ്ങനെ ഇത് പോകും. അതിലെന്ത് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതാണ് ഡയറക്റ്റ് കറണ്ടും ആൾട്ടർനേറ്റിംഗ് കറണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ വീടുകളിൽ കിട്ടുന്ന കറണ്ടിനെ നമ്മൾ എന്താണ് സപ്ലൈ എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ഇതിലെ കറണ്ട് ഇങ്ങനെ ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ട് എന്നിട്ട് നമ്മൾ ബൾബ് ഒന്നും മിനുങ്ങുന്നില്ല. അത് ആ ഒരു ബൾബ് മിനുങ്ങി കാണാത്തത്, അല്ലെങ്കിൽ ഫാൻ ഇങ്ങനെ ഓടുക പിന്നെ നിൽക്കുക ഇങ്ങനെ പിന്നെ തിരിച്ച് ഓപ്പോസിറ്റ് കറങ്ങുക, അതൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഇവിടെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നത് വളരെ മൈന്യൂട്ട് സെക്കൻഡ്സുകൾ കൊണ്ടാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ വീട്ടിലെ കറണ്ടിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഒരു സെക്കൻഡ് 50 പ്രാവശ്യത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാതെ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്കുള്ള ചേഞ്ചിങ് ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അത് എപ്പോഴും കോൺസ്റ്റൻറ്റ് കറണ്ടായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആകുമ്പോൾ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഡയറക്റ്റ് കറണ്ട് ആണെങ്കിൽ എന്താണ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.